ഡു മൈ മാത്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആൾജിബ്രയിലെ 5ാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഇഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 ദെൻ ദ വാല്യൂ ഓഫ്. ഈ കണ്ടുപിടിക്കേണ്ടതിനകത്ത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ദേ ഇങ്ങനെ നോക്കിയാൽ മതി. ഒരു എക്സ് പ്ലസ് 1/x കാണാം, ഒരു എക്സ് സ്ക്വയർ പ്ലസ് 1/x² കാണാം. എക്സ് പ്ലസ് 1/x കണ്ടുപിടിച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അതെങ്ങനെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് 1/x² എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് 1/x ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആണെന്ന് കഴിഞ്ഞ വീഡിയോസിൽ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് 1/x കിട്ടിയാൽ മാത്രം മതി ഈ ഗിവൺ കണ്ടീഷനിൽ. എന്താ ഗിവൺ കണ്ടീഷൻ? എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. അതൊന്നുകൂടെ എടുത്ത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. 1/x കിട്ടാൻ ഇവിടെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. മൊത്തത്തിൽ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എക്സ് കിട്ടി, മൈനസ് ഇതിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 1 കിട്ടി, പ്ലസ് ഇതിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 1/x കിട്ടി, ഈക്വൽ ടു 0/x 0. അപ്പോൾ എക്സ് പ്ലസ് 1/x ഈക്വൽ ടു 1 കിട്ടി. എക്സ് പ്ലസ് 1/x ഇസ് ഈക്വൽ ടു മൈനസ് 1 അപ്പുറത്ത് പോയി 1 എന്ന് കിട്ടി. ഇവിടെ ഉണ്ട് എക്സ് പ്ലസ് 1/x, അത്രയും കിട്ടി. ഇനി എക്സ് സ്ക്വയർ പ്ലസ് 1/x കൂടെ കിട്ടിയാൽ ആൻസറായി. അതിന് അവിടെ ഉണ്ട് എക്സ് സ്ക്വയർ പ്ലസ് 1/x² ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1/x² ഈക്വൽ ടു എക്സ് പ്ലസ് 1/x ദ ഹോൾ സ്ക്വയർ മൈനസ് 2. ഇത് എക്സ് പ്ലസ് 1/x 1 ആണ്. 1² മൈനസ് 2 1 മൈനസ് 2 ഈക്വൽ ടു മൈനസ് 1. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1/x² കിട്ടി. ഇതാണ് നമുക്ക് വേണ്ടത്. ആൻസർ ഈക്വൽ ടു എക്സ് പ്ലസ് 1/x പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1/x² ഈക്വൽസ് ഇതത്ര 1 പ്ലസ് ഇതോ മൈനസ് 1 മൈനസ് 1 ഈക്വൽ ടു 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി then the value of a square by b square plus b square by a square. ഇത് a by b യുടെ സ്ക്വയറാണ്, ഇത് b by a യുടെ സ്ക്വയറാണ്. അപ്പോൾ a by bയും b by aയും ഒക്കെ കിട്ടിയാൽ ഇത് ചെയ്യാമെന്ന് അർത്ഥം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു എ ബി കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. ഇതിന് എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. മൊത്തത്തിൽ എ ബി കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. എ സ്ക്വയർ ബൈ എ ബി, എ വെട്ടിപ്പോയിട്ട് എ ബൈ ബി കിട്ടും. എ ബൈ ബി മൈനസ് ഇതിന് എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്ത് ബി സ്ക്വയർ ബൈ എ ബി, ബി ബി എന്ന് വെട്ടിപ്പോയിട്ട് ബി ബൈ എ. അതിനൊന്ന് സ്റ്റെപ്പ് എഴുതണം, മനസ്സിൽ ചെയ്യണം. ബി സ്ക്വയർ ബൈ എ ബി, ബി ബി എന്ന് വെട്ടിപ്പോയിട്ട് ബി ബൈ എ ഈക്വൽ ടു എ ബി കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എ ബി ബൈ എ ബി 1. ഈ എ ബൈ ബിക്ക് ഒരു എക്സ് ഞാൻ കൊടുത്താൽ ഇത് എക്സ് മൈനസ് 1, ഇത് ബി ബൈ എന്ന് വെച്ചാൽ 1/x അല്ലേ. അപ്പോൾ ഇത് എക്സ് മൈനസ് 1/x ആണ്. എക്സ് മൈനസ് 1/x ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ എ ബൈ ബിക്ക് എക്സ് എന്ന് കൊടുത്താൽ മതി. എന്താ നമുക്ക് വേണ്ടത്? എ ബൈ ബി എക്സ് ആണെങ്കിൽ ഇത് എക്സ് സ്ക്വയർ, ബി ബൈ എന്ന് വെച്ചാൽ 1/x ആണ്. അപ്പോൾ ഇത് എക്സ് സ്ക്വയർ പ്ലസ് 1/x² ആണ് നമുക്ക് വേണ്ടത്. ആൻസർ ഈക്വൽ ടു ഞാൻ എ ബൈ ബിക്ക് എക്സ് എന്ന് കൊടുത്തിരിക്കുക. ഇവിടെ എ ബൈ ബിക്ക് എക്സ് എന്ന് കൊടുത്തപ്പോഴാണ് ഇത് കിട്ടിയത്. എക്സ് മൈനസ് ബി ബൈ എന്ന് പറയുന്നത് അപ്പം 1/x ആണ്. നമുക്ക് വേണ്ടത് എ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണ്. അത് എക്സ് സ്ക്വയർ പ്ലസ് 1/x² ആണ്. എക്സ് സ്ക്വയർ പ്ലസ് ബി ബൈ എന്ന് വെച്ചാൽ 1/x. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1/x² ഈക്വൽസ് എന്താ എക്സ് സ്ക്വയർ പ്ലസ് 1/x²? എക്സ് സ്ക്വയർ പ്ലസ് 1/x², എക്സ് മൈനസ് 1/x. ഇവിടെ എക്സ് മൈനസ് 1/x ഉള്ളൂ. നമുക്ക് എക്സ് മൈനസ് 1/x നിന്ന് എങ്ങനെയാണ് എക്സ് സ്ക്വയർ പ്ലസ് 1/x² കിട്ടുക എന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1/x². ഇതുമാണ് എക്സ് മൈനസ് 1/x ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ആണെന്ന് കഴിഞ്ഞ വീഡിയോസിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈക്വൽസ് അപ്പോൾ എന്ത് പറ്റി? എക്സ് മൈനസ് 1/x ദ ഹോൾ സ്ക്വയർ അത് 1 എക്സ് മൈനസ് 1/x. അവിടെ എക്സ് മൈനസ് 1/xന് ഈ 1 കിട്ടുകൊടുത്താൽ മതി. 1² പ്ലസ് 2 1² പ്ലസ് 2 1 പ്ലസ് 2 ഈക്വൽ ടു 3. ആൻസർ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 3ab. ഇതേപോലെ അങ്ങ് വേഗം ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ എന്താ വേണം? നമ്മൾ ഒരു
എ ബി ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യണം മൊത്തത്തിൽ. എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്തേ, ഇവിടെ എ ബി ഉണ്ട്, എ സ്ക്വയറിനെ എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എ സ്ക്വയർ ബൈ എ ബി എന്ന് വെച്ചാൽ എ വെട്ടിപ്പോയിട്ട് എ ബൈ ബി കിട്ടും. എ ബൈ ബി പ്ലസ് ഇവിടെ എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ ബി സ്ക്വയർ ബൈ എ ബി, ബി അങ്ങ് വെട്ടിപ്പോയിട്ട് ബി ബൈ എ കിട്ടും. ഇവിടെ ചെയ്ത് അതേപോലെ ഈക്വൽ 3ab എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 3 എന്ന് കിട്ടി. അപ്പോൾ നേരത്തെ പോലെ എ ബൈ ബിക്ക് എക്സ് എന്ന് കൊടുത്താൽ ഇവിടെ എക്സ് പ്ലസ് 1/x കിട്ടും. ഇത് എക്സ് പ്ലസ് 1/x ആണ്. എക്സ് പ്ലസ് 1/x ഈക്വൽ ടു 3 എന്ന് കിട്ടി. എന്താ നമുക്ക് വേണ്ടത്? എ ബൈ ബിക്ക് എക്സ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ഇത് എക്സ് സ്ക്വയറാണ്, ഇത് 1/x². എക്സ് സ്ക്വയർ പ്ലസ് 1/x² വേണം. ഏതിൽ നിന്ന്? എക്സ് പ്ലസ് 1/x ചെയ്യുന്നത്, ഇതങ്ങ് ഇട്ട് കൊടുത്തിച്ചാൽ മതി. അപ്പോൾ ആൻസർ ഈക്വൽ ടു എ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറാണ്, പ്ലസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് പറയുന്നത് ഇതിൻ്റെ റെസിപ്രോക്കൽ 1/x² ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 1/x² എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1/x² -2 ആണ്. അതിൽ എക്സ് പ്ലസ് 1/x 3 എന്ന് കിട്ടി. അവിടെ ഇട്ട് കൊടുത്താൽ 3² -2 9 - 2 ഈക്വൽ ടു 7. ആൻസർ. ഇങ്ങനെ വേഗം വേഗം ചെയ്യണം. പ്രാക്ടീസാണ് ഓൾജിബ്ര എന്ന് പറയുന്നത്, വേറെ ഒന്നുമല്ല. നിങ്ങൾ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതിനോട് അടുക്കണം. എത്രത്തോളം നമ്മൾ അതിനോട് അടുക്കുന്നോ അതേപോലെ അത് ഇങ്ങോട്ടെടുക്കും. എത്രത്തോളം നമ്മൾ അതിനെ വെറുക്കുന്നോ അത് അതേപോലെ നമ്മൾ ഇങ്ങോട്ടും വെറുക്കും. അതുകൊണ്ട് ഒരു കാരണവശാൽ ഓൾജിബ്രയെ വെറുക്കാതിരിക്കുക. അപ്പോൾ ഓൾജിബ്ര നമ്മളെയും വെറുക്കില്ല. എങ്ങനെ വെറുക്കാതിരിക്കുക? ബുക്കിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്, എടുക്കുക, ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, ചെയ്യുക. കിട്ടുന്നില്ലെങ്കിൽ ബുക്കിൽ തന്നെ സൊല്യൂഷൻ ഉണ്ട്, സൊല്യൂഷൻ നോക്കി പഠിക്കുക. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു, കിട്ടിയില്ല, നോക്കി പഠിച്ചു. ഇങ്ങനെ പല പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾ അതിനോട് അടുക്കും. അപ്പോൾ ഓൾജിബ്ര തിരിച്ചിങ്ങോട്ട് നമ്മളോട് അടുക്കും. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇഫ് പി പ്ലസ് 1/p+1 ഇസ് ഈക്വൽ ടു 1, ഇത് വേണം. p+1 മൈനസ് 1/p+1 വേണം. ഇവിടെ p+1 എക്സ് കൊടുത്താൽ ഇത് x - 1/x ആണ്. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ p+1 ഉണ്ടെങ്കിൽ എളുപ്പമാകും. അപ്പോൾ x + 1/x ആവും. x + 1/x x - 1/x അതെങ്ങനെ വരാം? x + 1/x നിന്ന് x - 1/xൽ വരുന്നത് മുൻപ് കാണിച്ചിട്ടുണ്ട്. x - 1/x ദ ഹോൾ സ്ക്വയർ. ഇത് x - 1/x ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് x + 1/x നിന്ന് വരണം. അത് പഠിച്ചിട്ടുണ്ട്. x + 1/x ദ ഹോൾ സ്ക്വയർ. ഇത് എന്തൊക്കെയാ? x² + 1/x² ഉണ്ട്, അത് ഇവിടെ ഉണ്ട്. ഇവിടെ -2 ആണുള്ളത്. -2ab വെച്ചാൽ -2 കിട്ടും. ഇവിടെ +2 ആണുള്ളത്. +2 എങ്ങനെ -2 ആണ്? ഒരു -4 കൊണ്ടാണ്. ഇതാണ്. അല്ലെങ്കിൽ a - b ദ ഹോൾ സ്ക്വയർ = a + b ദ ഹോൾ സ്ക്വയർ -4 എന്ന് -4ab എന്ന് പഠിച്ചു വരുന്നുണ്ട്. അവിടെ എക്ക് എക്സും 1/x കൊടുത്താൽ മതി. അപ്പോൾ x - 1/x ദ ഹോൾ സ്ക്വയറിൽ എത്താൻ x + 1/xൽ നിന്ന് അവിടെ എത്താൻ x + 1/x ദ ഹോൾ സ്ക്വയർ -4 ആണ്. ജസ്റ്റ് ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിഞ്ഞ് നമ്മൾ സ്വയം കണ്ടുപിടിക്കാനേ ഉള്ളതല്ല. ഞാൻ എങ്ങനെ എഴുതിയെന്ന് കണ്ടില്ലേ? x - 1/x ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എനിക്ക് x + 1/x ദ ഹോൾ സ്ക്വയർ എന്ന് വരണം. ഞാൻ അതങ്ങ് എഴുതി. എന്താ വ്യത്യാസം നോക്കി. ഇവിടെ x² ഉണ്ട്, ഇവിടെ 1/x² ഉണ്ട്, പക്ഷേ ഇവിടെ +2 ആണ് ഉള്ളത്. ഇവിടെ -2 വരണം. +2 -2 ആണെങ്കിൽ ഒരു -4 അങ്ങോട്ട് വെച്ചാൽ മതി. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് എഴുതാം. അതിന് ആദ്യം ഇത് p+1 ആക്കണം. അതിന് ഇവിടെ ഒരു 1 ആഡ് ചെയ്യുക, ഇവിടെ ഒരു 1 ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? അപ്പോൾ p+1 ഇവിടെ 1 ആഡ് ചെയ്തു. p+1 പ്ലസ് 1/p+1 അതേപോലെ എഴുതി. 1/p+1 ഈക്വൽ ടു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു 1 ആഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലും 1 ആഡ് ചെയ്യണം. 1 + 1 അങ്ങ് 2 ആയി. എന്നിട്ടോ ഞാൻ ഈ p+1ന് x എന്ന് കൊടുക്കുകയാണ്. p+1 ഈക്വൽ x എന്ന് കൊടുക്കുമ്പോൾ ഇതെന്തായി? x + 1/x ആയി. x + 1/x ഈക്വൽ ടു 2 എന്ന് കിട്ടി. എന്താ നമുക്ക് വേണ്ടത്? p+1 മൈനസ് 1/p+1 വേണം. ആൻസർ കിട്ടത്തില്ല. അവിടെ p+1 - 1/2 ഹോൾ സ്ക്വയറിൽ എത്തിയതിന് ശേഷമേ ആൻസറിൽ എത്താൻ പറ്റും. അപ്പോൾ ഒരു സ്റ്റെപ്പ് അതിന് മുമ്പ് ഒന്ന് എഴുതാം. നമുക്ക് p+1 x ഇവിടെ കൊടുത്തിരിക്കുക. അപ്പോൾ x - 1/x വേണം. x + 1/x ഉണ്ട്. x + 1/x നിന്ന് x - 1/x എന്ന് എത്തണമെങ്കിൽ ഇത് വേണം. അപ്പോൾ എന്താ? x - 1/x ദ ഹോൾ സ്ക്വയർ
ഈക്വൽ ടു എന്താ എക്സ് മൈനസ് 1 ബൈ എക്സ് ഹോൾ സ്ക്വയർ എക്സ് പ്ലസ് 1 ബൈ എക്സ് ഹോൾ സ്ക്വയർ -4 എന്താ എക്സ് പ്ലസ് 1 ബൈ എക്സ് 2 ആ അപ്പോൾ 2 സ്ക്വയർ 4 ആയി 4 മൈനസ് 4 0 ആയി എക്സ് മൈനസ് 1 ബൈ എക്സ് ഈക്വൽ ടു 0 എക്സ് മൈനസ് 1 ബൈ എക്സ് ഈക്വൽ 0 ആണെങ്കിലോ എക്സ് മൈനസ് 1 ബൈ എക്സ് ഈക്വൽ ടു 0 എന്താ എക്സ് പി പ്ലസ് 1 ആണ് എക്സിന് പി പ്ലസ് 1 കൊടുത്ത് നോക്കി പി പ്ലസ് 1 മൈനസ് 1 ബൈ പി പ്ലസ് 1 ഈക്വൽ 0 ആൻസർ ഈക്വൽ 0 പി പ്ലസ് 1 എക്സിന് പി പ്ലസ് 1 തിരിച്ചും കൊടുത്താൽ മതി പി പ്ലസ് 1 മൈനസ് 1 ബൈ പി പ്ലസ് 1 ഈക്വൽ ടു 0 നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെയൊക്കെ എഴുതുന്നേ ഉള്ളൂ അതിനൊന്നും ആവശ്യമില്ല എക്സാമിന് ചെയ്യുമ്പം പടാന്ന് ചെയ്യണം ശരിക്കും പഠിക്കും ആൾജിബ്ര ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞു ബുക്ക് കൊണ്ടെടുത്ത് വെക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക ഐഡിയാസ് വന്നാൽ ചെയ്യുക വന്നില്ലെങ്കിൽ സൊല്യൂഷൻ പാർട്ട് നോക്കുക ബുക്ക് ഇതിൽ സോൾവ് ചെയ്തിട്ടുണ്ട് കണ്ട് പഠിക്കുക അപ്പോൾ ഒന്ന് ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവുക ഇങ്ങനെ പോയി ഒരു 2 ദിവസം കഴിയുമ്പം റിപ്പീറ്റ് ചെയ്യണം ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ തനിയെ ചെയ്യാൻ പറ്റണം കുറച്ചൊക്കെ തനിയെ ചെയ്യാൻ പറ്റും ഒരു 10% എങ്കിലും കുറച്ച് തനിയെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ധാരാളമായി പല പ്രാവശ്യം അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ 10% 20% ആവും 30% 40% 50% അങ്ങനെ 100% എത്തുമ്പോൾ നിങ്ങൾ ആൾജിബ്രയിൽ എക്സ്പേർട്ടായി കഴിയും 0-ൽ നിൽക്കുന്ന ആൾ 100-ലെത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരു 40-50%-ലൊക്കെ ഓൾറെഡി നിൽക്കുന്ന ആൾക്കാർക്ക് 100%-ലെത്താൻ വളരെ എളുപ്പമാണ് ഈ വഴി നിങ്ങൾ സ്വീകരിച്ച് വെച്ചാൽ മാത്രം മതി ഇഷ്ടംപോലെ സമയവും ഇഷ്ടംപോലെ ഹാർഡ് വർക്കും ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യും ഓൾ ദി ബെസ്റ്റ്